ബിന്ദു, ബിന്ദു. അമ്മ എന്നെ അവിടെ കൊണ്ടാക്കി. അയാളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അമ്മേ, അമ്മേ, എന്തിനായിരുന്നു അമ്മേ? എന്തിനായിരുന്നു? ബിന്ദു, അയാൾ നിന്നെ എന്ത് ചെയ്തു? അയാൾ എവിടെ പോയി? എവിടെ പോയി? അയാൾ ബിന്ദുവിനെ എന്ത് ചെയ്തു? ആര്? ആരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ബിന്ദുവിന്റെ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം? ഇല്ല ഡോക്ടർ, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്കതറിയാം, പക്ഷെ നിങ്ങൾ പറയുന്നില്ല. അവൾ ഭ്രാന്ത് കൊണ്ട് എന്തൊക്കെയോ പുലമ്പുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയും. എന്നോട് കള്ളം പറയരുത്. ഡോക്ടർ പറയൂ, എന്താണ് ഉണ്ടായത്? എനിക്കത് അറിയണം. എന്നോടത് ചോദിക്കരുത്. ഞാൻ പറയില്ല. ഞാനത് പറഞ്ഞാൽ എന്റെ മോളുടെ ജീവിതം തകർന്നു പോകും. പറഞ്ഞില്ലെങ്കിൽ അവളുടെ ജീവനായിരിക്കും അപകടത്തിലാവുന്നത്. ഡോക്ടർ, നിങ്ങളുടെ മകൾ ഒരു ഭ്രാന്തിയായി ഈ ആശുപത്രിയിൽ കിടന്ന് മരിക്കണോ, അതോ സുഖമായി വീട്ടിലേക്ക് പോണോ? അവളെ സുഖമാക്കണം ഡോക്ടർ. എന്റെ മകളെ സുഖമാക്കണം. എങ്കിലത് മറച്ചു വെക്കരുത്. പറയൂ, അവൾക്ക് എന്താണ് സംഭവിച്ചത്? പറയാം, ഞാനത് പറയാം. അതൊരു രഹസ്യമാണ്. ഡോക്ടർ ആരോടും പറയരുത്. ഇല്ല, ഞാൻ പറയില്ല. ഡോക്ടർ, നിങ്ങൾ വിനോദിന്റെ അച്ഛന്റെ സ്നേഹിതനാണ്, കുടുംബ സുഹൃത്താണ്. അവരാരും ഇത് അറിയരുത്. നിങ്ങളെ ഞാൻ ഭയപ്പെടുന്നു ഡോക്ടർ. ഞാനൊരു സൈക്യാട്രിസ്റ്റാണ്, എന്നെ വിശ്വസിക്കൂ. ഞാൻ ആരുടെയും ജീവിതം തകർക്കുകയില്ല. പറയൂ, ബിന്ദുവിന് എന്താണ് സംഭവിച്ചത്? അവൾക്ക് 14 വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിച്ചത്. അവൾ കൊച്ചുകുട്ടിയായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു ഡോക്ടർ. ഒരുത്തൻ അവളെ ചതിച്ചു. അവൾ ഗർഭിണിയായി ഡോക്ടർ. പറയൂ, എനിക്കറിയില്ലമ്മേ. ആരോ ഒരുത്തൻ, അതിൽ കൂടുതലായി അയാളെക്കുറിച്ച് എന്റെ മകൾക്കൊന്നും അറിയില്ലായിരുന്നു. അവൾക്കൊരബദ്ധം പറ്റി. ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കൊച്ചമ്മ ഇങ്ങനെ ഇരുന്നാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം ദേവി? ഇവൾക്ക് എന്തെങ്കിലും വിഷം കൊടുത്തു കൊല്ലാം, എന്നിട്ട് ഞാനും ആത്മഹത്യ ചെയ്യാം. കൊച്ചമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓരോ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? അവരെല്ലാം മരിക്കുകയാണോ ചെയ്യുന്നത്? ഈ കൊച്ചു കുഞ്ഞിന് ചെറിയ തെറ്റ് പറ്റിയതല്ലേ, അതെല്ലാം ചെവിക്ക് അവി അറിയാതെ തീർക്കാവുന്നേ ഉള്ളൂ കൊച്ചമ്മ. ഇവിടെ നിന്ന് കുറെ ദൂരെ എനിക്ക് പരിചയമുള്ളൊരു തള്ളയുണ്ട്. നമുക്ക് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകാം. അവരിതിനൊക്കെ മെഡിക്കുക. 2-3 ദിവസം അവിടെ താമസിച്ചാൽ മതി, എല്ലാം ശരിയാവും. കൊച്ചമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുഞ്ഞിനെ നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഞാൻ ബിന്ദുവിനെ ആ വയസ്സിൽ തള്ളയുടെ അടുത്ത് കൊണ്ടുപോയി. കൊച്ചമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. നമുക്ക് 2-3 ദിവസം ഈ അമ്മമ്മയുടെ കൂടെ ഇവിടെ താമസിക്കാം. വാ വാ മോളെ. കൊച്ചമ്മ പോയിക്കോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കുഞ്ഞിന്റെ കൂടെ. വാ വാ മോളെ, വാ. എനിക്കപ്പോൾ എന്റെ അഭിമാനമായിരുന്നു വലുത്.
അവരെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ മടങ്ങി. അവർ അത് ചെയ്തു. അവിടെ നിന്നും അവളെ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് പനിയുണ്ടായിരുന്നു. പനി കൂടി. പനി മാറിയപ്പോൾ അവളുടെ ഉന്മേഷവും പ്രസരിപ്പും എവിടെയോ പോയി. ആ സംഭവത്തെക്കുറിച്ച് അവൾക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. അവളെല്ലാം മറന്നുപോയി. ഞാനതൊരു ഭാഗ്യമായി കരുതി. ഇപ്പോഴും അവൾക്കത് ഓർമ്മയില്ല. ചിലപ്പോൾ അവ്യക്തമായ എന്തൊക്കെയോ ചിത്രങ്ങൾ മനസ്സിൽ തെളിയുന്നുവെന്ന് മാത്രം. എന്റെ മകൾക്ക് സുഖമാകുമോ ഡോക്ടർ? ഞാൻ ശ്രമിക്കാം. അവളുമായി ബന്ധപ്പെട്ട ആളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഒരിക്കൽ ബിന്ദുവിനെ ആ വയസ്സിൽ തള്ളയെടുത്ത് കൊണ്ടാക്കിയതിനു ശേഷം അയാൾ എന്റെ വീട്ടിൽ വന്നിരുന്നു. ഒരു പെൺകുട്ടി ഇവിടെ നിങ്ങളുടെ മകളാണോ? ബിന്ദുവോ? പേരെനിക്കറിയില്ല. ഒരു 10-14 വയസ്സ് കാണും. അവളെ നിങ്ങൾ എങ്ങനെ അറിയും? ഞാൻ കണ്ടിട്ടുണ്ട്. കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ കുട്ടി ഇവിടെ ഉണ്ടോ? നിങ്ങളാണ് അവളെ നശിപ്പിച്ചത് അല്ലേ? എനിക്കൊരു തെറ്റ് പറ്റി. അത് തിരുത്താനാണ് ഞാൻ വന്നത്. നിനക്ക് തെറ്റ് പറ്റിയല്ലേ? ഇറങ്ങണോ പുറത്ത്? ഞാൻ പറയുന്നതൊന്ന് എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങാനാണ് പറഞ്ഞത്. ഇനി നീ ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ കൊന്നുപോകും. ഒന്ന് സമാധാനമായി. എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങ പുറത്ത്. ഞാൻ അയാൾ ആട്ടിയിറക്കി. അയാളെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്കപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വിവാഹത്തിന് മുൻപ് അവൾ ഗർഭം ധരിച്ചിട്ടുണ്ട്. അവളുടെ അമ്മ അത് അലസിപ്പിച്ചു. അതാണ് അവളുടെ അസുഖത്തിന് കാരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് ഇതൊക്കെ പറയുക? വീട്ടുകാരെ എതിർത്തുകൊണ്ട് നടത്തിയ വിവാഹമാണ്. ആരോടും എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. നീ എന്ത് തീരുമാനിച്ചു? അവളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. അതിനോട് എനിക്ക് യോജിക്കില്ല. എന്റെ ഭാര്യ കണ്ടവന്റെ കൂടെ കഴിഞ്ഞവളാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളുമായുള്ള ബന്ധം തുടരണോ? മനസമാധാനത്തോടെ എനിക്ക് അവളുടെ കൂടെ കഴിയാൻ സാധിക്കുമോ? അവളെ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. അത് ശരിയല്ല. നിനക്ക് അങ്ങനെ പറയാം. എന്റെ ജീവിതമാണ് നശിച്ചത്. രക്ഷപ്പെടാൻ നോക്കേണ്ടത് എന്റെ ആവശ്യമാണ്. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിന്റെ ഭാര്യ നിരപരാധിയാണെങ്കിലും ചെറുപ്പത്തിൽ ഒന്നും ആലോചിക്കാതെ ഒരപകടം സംഭവിച്ചതായിരിക്കാം. ഒരു ദുർബല നിമിഷത്തിൽ. അങ്ങനെ ആയിക്കൂടെ? നീ അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? നിനക്കെന്താണ് അവളോടൊത്ര ദയ? ഒന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം. ശങ്കരാ, വേണ്ട.
വേണ്ട. കുടിക്കൂ. എനിക്ക് വേണ്ട. അയ്യോ. അയ്യോ വേണ്ട. എങ്ങനെ ഇരിക്കുന്നു? അരമണിക്കൂറിന് മുമ്പേ നല്ലപോലെ ഇരുന്ന് സംസാരിച്ചു. പെട്ടെന്ന് ഭയന്ന് നിലവിളിച്ച് ബോധം കെട്ടു വീണു. ഗോപി, നിനക്ക് ഇവളെ സുഖപ്പെടുത്താൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ഇവളെ എനിക്ക് മറ്റാരെങ്കിലും കാണിക്കണം. രാജശേഖരൻ, ഒരു സൈക്കാട്രിസ്റ്റിന് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സുഖമാക്കും. രാജശേഖരൻ വിഷമിക്കരുത്. ബിന്ദുവിനെ കുറിച്ച് നീ പറഞ്ഞ സംഭവമല്ല എനിക്കറിയാം. വിമല അതെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. ബിന്ദു ഭയങ്കരിയാണ്. ബിന്ദു അവൾ പാവമാണ്. അങ്കിൾ എന്താണ് പറയുന്നത്? അവൾ എന്നെ ചതിച്ചു. അവൾ നിന്നെ ചതിച്ചിട്ടില്ല. അവളുടെ അമ്മ ചതിച്ചു എന്ന് പറയും. അത് ഞാൻ വിശ്വസിക്കാം. ഒരു മകൾക്ക് വേണ്ടി അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമേ അവരും ചെയ്തിട്ടുള്ളൂ. നിന്റെ അമ്മയാണെങ്കിലും അതേ ചെയ്യൂ. അവൾക്കിതിൽ പങ്കില്ലെന്നാണ് അങ്കിൾ പറയുന്നത്. നടന്ന സംഭവങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഞാനത് വിശ്വസിക്കണം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്റെ ജീവിതം നശിച്ചുപോയി. ബിന്ദുവിന്റെ അസുഖം ഞാൻ ഭേദമാക്കാം. പക്ഷേ കഴിഞ്ഞ സംഭവങ്ങൾ നീ അവളെ ഒരിക്കലും ഓർമ്മിപ്പിക്കരുത്. ഞാൻ അവളെ മറക്കാൻ ശ്രമിക്കുകയാണ്. നീ അങ്ങനെ പറയരുത്. അവൾ നിന്റെ ഭാര്യയാണ്. ഇങ്ങനെ ഒരു പെണ്ണിനെ ഭാര്യയായി കരുതാൻ എനിക്ക് കഴിയില്ല. ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾക്കൊരു തെറ്റ് പറ്റി. അവളത് മറന്നുപോയി. നീ അവളെ വിവാഹം കഴിച്ചു. ഇനിയിപ്പോൾ നീ അവളെ ഉപേക്ഷിച്ചാൽ അവളുടെ ജീവിതം എന്തായിത്തീരും? എന്തോ ആയിത്തീരട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. നീ ഒന്നുകൂടി ആലോചിക്കണം. ഒന്നും ആലോചിക്കാനില്ല. ഞാൻ ആ സംഭവം അറിഞ്ഞത് മുതൽ അവളെന്റെ ഭാര്യയല്ല. അവളെ സ്വീകരിക്കാൻ അങ്കിൾ എന്നെ നിർബന്ധിക്കരുത്. ഉച്ചയ്ക്ക് ബോധം വീണപ്പോൾ വിനോദിനെ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർ, വിനോദ് ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. ബിന്ദുവിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ അവൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, അവൻ അറിഞ്ഞതാണ്. വിനോദ് എവിടെയാച്ചാ? അവൻ ഇന്ന് വന്നില്ലേ? ഞാൻ കണ്ടിട്ട് കുറെ നാളായി. വിനോദ് ഇവിടെ വരാറില്ലേ? എന്താ മിണ്ടാത്തത്? അവൻ ഇവിടെ വന്ന് ഇവിടെ കാണാറില്ലേ? വീട്ടിലും അവൻ വരാറില്ല. അവൻ ഗോപിയുടെ വീട്ടിലാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നോക്കിക്കൂടി. ഇവളുടെ ഈ കിടപ്പ് കാണാൻ കഴിയാഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തത്. അത് കൊള്ളാം. ഇപ്പോഴല്ലേ അവൻ ഇവളുടെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കേണ്ടത്? ഇങ്ങനെയാണോ അവൻ ഇവളോട് പെരുമാറുന്നത്? ഞാൻ അവനെ കാണട്ടെ. മോള് വിഷമിക്കണ്ട, ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. നീ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വിനോദിന്റെ തല തിരിച്ചു. ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. നിനക്കറിയാമോ, വിനോദ് ആസ്പത്രിയിൽ കയറാറില്ല, ബിന്ദുവിനെ കാണാറില്ല. ആ പ്രാന്തിയെ കൊണ്ട് അവൻ മടുത്തു കാണും. അവനിപ്പോ എപ്പോഴും രാജയുടെ വീട്ടിൽ തന്നെയാ. എത്രയായാലും അവരൊരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരല്ലേ. അവർക്ക് ഇപ്പോഴും അവനോട് സ്നേഹമാ. ആ പ്രാന്തിയെ പറഞ്ഞു വിട്ടിട്ട് ആ രാജയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നോക്ക്. നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി അതാ നല്ലത്.